തുടങ്ങിയോ രാവിലെ തന്നെ? നീ ഒറ്റൊരുത്തനാ. പിന്നെ ഞാൻ വാങ്ങി കൊടുത്തില്ലെങ്കിൽ മാലേച്ചിന്റെ അച്ഛൻ കുടിക്കില്ലല്ലോ. അല്ലെങ്കിൽ എന്തിനാ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട്? എന്റെ തലവിധി അത്ര തന്നെ. മോക്കിപ്പോ എന്താ വേണ്ടത്? അച്ഛൻ ഇത് കുടിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഏതായാലും കാശ് കൊടുത്തതല്ലേ, നാളെ മുതൽ നമുക്കിതങ്ങ് നിർത്താം. നിർത്തും. ഞാനിത് ആദ്യമായിട്ട് കേൾക്കല്ലേ. അപ്പൊ നിനക്കോ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം, ചേച്ചി കഴിക്കേ. മാലേച്ചേ വരിക, ഒന്ന് വേഗാട്ടെ. എത്ര മുഴുണ്ട്? കുറവാ, 50 തികയില്ല. പൊരയിലേക്ക് ഇത്തിരി കുറവാണെങ്കിലും അറിയാനൊന്നും പോണില്ല. മഞ്ഞത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞാ കേക്കില്ല. അച്ഛൻ ഇത് ആരെ തോപ്പിക്കാനാ? പോയിട്ട് വാ. വൈകിയല്ലോ. നീ കുറച്ച് നേരത്തെ. അല്ല, ഞാൻ കൃത്യ വാച്ച് നോക്കിയേ. പതുക്കെ പറ, ആൾക്കാർ കേൾക്കണ്ട. പേടിച്ചോ? പേടിച്ചു. പുതിയ ആളായോണ്ടാ. അമ്പലത്തിൽ നിന്നായിരിക്കും. പഴയ മൂപ്പർക്ക് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. ഞാൻ ഇത്തിരി മറ്റോ വാങ്ങിച്ചു കൊടുക്കും. അത് അടിച്ചു കിടന്നാ പിന്നെ മുതലാളി വന്ന് വിളിക്കണം. അയാൾ എന്തിയെ പറഞ്ഞു വിട്ടു. ഈ മറ്റവനടി തന്നെ കാരണം. സലാം കൃഷ്ണ സാബ്, നാം വൈകിട്ട് പറ. വലിക്കോ? ഇല്ല. നല്ല ശീല. സലാം ഗുർഗാബായ്. സലാം. വണക്കം കൃഷ്ണ. വണക്കം മോർബായ്. വണക്കം. വണക്കം. തുടങ്ങി രാവിലെ തന്നെ കസർത്ത് മസിലി വളർത്തുക.
എന്നാ തലയിലോ? രാവിലെ കാര്യങ്ങൾ വല്ലതും സാധിക്കണമെങ്കിൽ ദേ അവിടെ സൗകര്യമുണ്ട്. പോയിട്ട് വന്നോ? ആള് വരാൻ ഇനിയും സമയം എടുക്കും. ഓ കഷ്ടം. ഇനിയും കഴിഞ്ഞില്ലേ എന്റെ സരോജം? ഇതിപ്പോ എത്ര നേരമായി? ദേ കഴിഞ്ഞു. സൂക്ഷിച്ച് വീഴാൻ നിക്കണ്ട. ഉണർന്നത് അറിഞ്ഞില്ല. കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ? സരോജം. ഏയ് അതൊന്നും വേണ്ട, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ശിവു പൊയ്ക്കളല്ലേ, ഒരു കാര്യമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം വരണം. എന്റെ കുട്ടികൾ താങ്കളെ ശുശ്രൂഷിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഓ വന്നോ? അലക്കാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ എന്താ ശാന്തറ, സുഖം തന്നെയല്ലേ? ആ കഴിയുന്നു. രാവിലെ വിട്ടിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ മൂക്കറ്റം കുടിച്ച് നിങ്ങൾ ഇതെന്ത് ഭാവിച്ച ശാന്താറാം? ആ പെണ്ണിനെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് കുറച്ചൂടെ? കഷ്ടം തന്നെ. തുടങ്ങിയല്ലോ. അതെല്ലാം സരോജ നേരത്തെ തുടച്ചു വെച്ചു. നിങ്ങൾ അകത്ത് പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ ശാന്താറാം. ഈ കിണ്ണാങ്കൃതികൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ വേണ്ടില്ല. ശിവ വരൂ. ഇത് നിന്റെ മാലച്ചേച്ചിക്കുള്ളതാ. പുരയിലമ്മ അവൾക്ക് വേണ്ടിയിട്ട് ടൗണിൽ നിന്ന് വാങ്ങിയതാണെന്ന് പ്രത്യേകം പറയണം. അതെ, നിന്നെയല്ല, ഇവിടെ. കൃഷ്ണൻ പോയി വൈദ്യരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. ലളിതയ്ക്ക് ഇത്തിരി കൂടുതലാ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വൈദ്യരുടെ ചികിത്സ അല്ലായിരുന്നു ഇത്രയും നാളും. ടൗണിൽ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കൊണ്ടുപോയാ. വിട്ടിത്തരം പറയാതിരി കൃഷ്ണ. ഇവിടെ ഇങ്ങനൊരു രോഗിയുള്ളത് പുറത്തറിഞ്ഞാ പിന്നെ എല്ലാവർക്കും കൂടി ഭജനയും പാടിയിരിക്കാം. നൂറായിസ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. മനസ്സിൽ ഓർത്താ മതി, അപ്പ അവിടെ ഉണ്ടാവും. അതങ്ങനെയാ. ഞാൻ കൃഷ്ണനെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ലളിതയ്ക്ക് തീരെ വയ്യ. രാത്രി മുഴുവൻ ഒരേ നിലവിളിയായിരുന്നു. അതിനി നോക്കിയിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. ഒരുപാട് പഴകിയതാ. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്തിനാ? കതിരല്ലല്ലോ, മുളയിലെ തുടങ്ങിയതല്ലേ ചികിത്സ. ഈ രോഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. വരാണ്ട് നോക്കാം, അത്ര തന്നെ. അതിനാ സർക്കാർ തന്നെ ഓരോന്നൊക്കെ ഇറക്കിയിട്ടുള്ളത്. വിലയും കുറവല്ലേ? അത് ഉപയോഗിക്കാൻ പറയണം വരുന്നവരോടെ. നമുക്കങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ? പറയാന്നല്ലാണ്ട് അതിഥികളുടെ സന്തോഷമല്ലേ നമുക്ക് മുഖ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വേദന സംഹാരികൾ കൊടുക്കാം. ഇംഗ്ലീഷ് മരുന്ന്. അതുകൊണ്ടൊന്നും മാറാൻ പോണില്ല, എന്നാലൊരു ആശ്വാസമാവും.
കണ്ട എവിടെ നോക്കട്ടെ എടാ ഈ താ തരൂല തരാനല്ലേ പറഞ്ഞ എടാ നിക്ക് നിക്കൂല ആയ് നല്ല വാസന. ചേച്ചിക്ക് എന്തൊക്കെ സാധനങ്ങളാ കിട്ടുന്നേ? ചേച്ചി അടുത്തന്നെ പൊരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന എല്ലാരും പറയണേ. ചുമ്മാ സത്യം, പൊരയിലമ്മ പറഞ്ഞതാ. ഇനിയുള്ള കാലം മുഴുവൻ ചേച്ചി അവിടെയാ കഴിയാൻ പോണേന്ന്. എന്റെ ചിന്നു ചേച്ചിക്ക് കാലിന് സുഖം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിയായിരുന്നു. മാലേച്ചിയുടെ ഭാഗ്യം. വന്നിപ്പോ അമ്പലത്തിൽ ഭക്തന്മാരായ കൂടുതൽ തെണ്ടികളാ. വരുന്നു പെണ്ണെന്ന് ശരിക്ക് കൊയ്ത മട്ടുണ്ടല്ലോ. ശിവുവിന്റെ കീശക്ക് നല്ല കനം. അവന് സുഖിച്ചില്ല. ലായക്കം തോട്ടി പണി കഴിഞ്ഞ് ചേരിയിലെത്തുമ്പോ കയ്യിലൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു. വസൂര് വന്ന് തോട്ടി ചത്തപ്പോ ആ ചട്ടുകാരിക്ക് ഒരു ആങ്ങളെ അന്തൊക്കെ കുറക്കാത്തോണ്ട് ഒരു പോക്ക്.